പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളും വിമാനത്താവളങ്ങളും ഭീകര കേന്ദ്രങ്ങളും തകർത്തതിനേക്കാളും വലിയ പ്രഹരമാണ് ഈ സിന്ധു നദീജല കരാറ് റദ്ദാക്കിയ നടപടി, അല്ലെങ്കിൽ അത് സസ്പെൻഡ് ചെയ്ത നടപടി. നമുക്കറിയാം, അത് പാകിസ്ഥാന്റെ നിലനിൽപ്പിന് പോലും പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. പാകിസ്ഥാന്റെ 90% ഭക്ഷ്യോത്പാദനത്തെ 90% ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഈ സിന്ധു നദിയുടെ ബേസിനിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ്. അതായത് അവരുടെ 80% കൃഷിഭൂമി, പാകിസ്ഥാനിലെ മൊത്തമുള്ള ഭൂമിയുടെ 80%-ഓളം ഈ നമ്മുടെ ഈ സിന്ധു നദീജല ഇൻഡസ് ബേസിനിൽ നിന്നാണ് വരുന്നത്. അതുപോലെ ഇത്തരം ഈ നദികൾ 76% വെള്ളം അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് കണക്ക്. അപ്പോൾ ഇതൊരു വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയാണ്. അപ്പം ഇതെല്ലാം ഇന്ത്യയെ സംബന്ധിച്ചോളം ഈ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം കടുപ്പിക്കാനും ഇതിന്റെ പുറത്ത് ഈ അവസരമെങ്കിലും ഉപയോഗിച്ച് ഈ നദീജല കരാറ് വീണ്ടും പുതുക്കുമ്പോൾ പുതിയ ചില നിബന്ധനകൾ ഉൾപ്പെടുത്തുവാൻ, നമുക്കറിയാമല്ലോ, മുല്ലപ്പെരിയാർ നദീജല കരാറ് പോലെ 999 വർഷത്തേക്ക് എഴുതി കൊടുത്ത് നമ്മൾ അത് പുതുക്കിയും കൊടുത്തു. വലിയ പ്രതിസന്ധിയിലായി കാരണം തമിഴ്നാടിന്റെ കാരണം. അതുപോലെ തന്നെ ഇന്ത്യയുടെ കാരുണ്യത്തിൽ മാത്രമേ പാകിസ്ഥാനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. നമുക്കറിയാം, പാകിസ്ഥാൻ നിന്നുള്ള ഈ 26 കാശ്മീരിലെ 26 വിനോദസഞ്ചാരികൾ അവരുടെ മതം നോക്കി വെടിവെച്ചു കൊന്ന അതിക്രൂര നടപടിക്ക് ശേഷവും അവരെ ഒരു മാറ്റവും വരുത്താൻ തയ്യാറില്ല. സ്വാഭാവികമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചോളം ഈ നദീജല കരാറ്, ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്ന അതൊരു പോസ്റ്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാമല്ലോ. പ്രധാനമായിട്ടും ഇൻഡസ് സിസ്റ്റത്തില് ഇൻഡസ് നദി, ചെനാബ് നദി, ജേലം നദി, ഈ 3 നദികളിൽ നിന്നുള്ള വെള്ളമാണ് ഈ കരാർ അനുസരിച്ച് പാകിസ്ഥാൻ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇല്ലാതെ പാകിസ്ഥാൻ ഒത്തിരി നാൾ മുന്നോട്ട് പോകാൻ പോലും പ്രയാസത്തില്. പാകിസ്ഥാൻ ഒരു വരണ്ട ഭൂമിയായി മാറാനാണ് സാധ്യത. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ താല്പര്യത്തിലേക്ക് വഴങ്ങാൻ ഇതൊരു പ്രധാന കാരണമാണ്. ഈ ഒരു കാരണം ഉപയോഗപ്പെടുത്തേണ്ടത് ഇന്ത്യയുടെയും ആവശ്യവുമാണ്. സാർ, ഇതിപ്പോൾ 6 പതിറ്റാണ്ട് പഴക്കമുള്ള ഒരു കരാറാണ്. ഈ ഉടമ്പടിയുടെ വിശ്വാസ്യതയും അതിൻ്റെ ആ ഒരു മാനിക്കാനുള്ള ബാധ്യത അത് അടിസ്ഥാനപരമാണ്. പക്ഷേ അതിർത്തി കടന്നുള്ള ഭീകരതയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ ചൊടിപ്പിച്ചത്. നമുക്കൊക്കെ അറിയാം, നമുക്കൊക്കെ വളരെ വേദനാജനകമായ സംഭവമാണ് പെഹൽഗാമിൽ നടന്നത്. അപ്പോൾ ഭീകരത അവസാനിപ്പിക്കാതെ ചർച്ചയ്ക്കില്ല എന്ന ഇന്ത്യ ശക്തമായ നിലപാട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിരന്തരം പാകിസ്ഥാൻ ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഇതിന് മറ്റ് ലോകരാജ്യങ്ങളൊക്കെ ഇടപെടാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഇത്തരം നയതന്ത്രപരമായ കാര്യമായതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇതിന് വഴങ്ങി കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുമോ? ഇന്ത്യക്ക് അങ്ങനെ എളുപ്പത്തിൽ വഴങ്ങാൻ കഴിയില്ലല്ലോ. കാരണം ഇന്ത്യക്കെതിരെയുള്ള ഭീകരാക്രമണം അവർ തുടരുകയാണ്. അവിടെയുള്ള ഭീകര കേന്ദ്രങ്ങൾക്ക് അത് പുനർനിർമ്മിച്ചു കൊടുക്കാൻ, ഇന്ത്യ തകർത്ത ഭീകര കേന്ദ്രം പുനർനിർമ്മിക്കാൻ പാകിസ്ഥാൻ കോടികളാണ് സർക്കാർ കൊടുക്കുന്നത്. അപ്പൊ ആ നിലയിൽ സർക്കാരിന്റെ വക പൂർണ്ണ പിന്തുണയോടെ അവരുടെ സാമ്പത്തിക സഹായത്തോടെയാണ് ഇന്ത്യക്കെതിരെയുള്ള ഭീകരവാദം അവിടെ താഴ്ത്തി തുടങ്ങുന്നത്. അത് ഇനി മുന്നോട്ട് പോകാനായിട്ട് അനുവദിക്കാൻ കഴിയില്ല. നമുക്കറിയാവുന്ന പോലെ ഇത് 1960 കറാച്ചിയിൽ അന്ന് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ചൊരു കരാറാണ്. സ്വാഭാവികമായിട്ടും അന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് വലിയ മാറ്റം വന്നിട്ടുണ്ട്. അത് നമ്മൾ അതിനെതിരെ പ്രതിരോധിക്കണം. നമുക്കറിയാമല്ലോ, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ തലവനായിട്ടുള്ള ബിലാവൽ ഭൂട്ടോ ഭീഷണിപ്പെടുത്തിയത് ആരും മറക്കില്ല. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം either our water will flow through it or their blood will, രക്തപ്പുഴ ഒഴുകുമെന്ന് അവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ആ നിലയിലൊക്കെ ഇന്ത്യനെ ഭീഷണിപ്പെടുത്താനും ആഗോളതലത്തിൽ ഇന്ത്യയെക്കാൾ ഏറെ വലിയ തന്ത്രപരമായ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഭീകരതയ്ക്കെതിരെയുള്ള ഐക്യരാഷ്ട്ര സമിതിയുടെ ഉപാധ്യക്ഷനായി പാകിസ്ഥാൻ തെരഞ്ഞെടുക്കപ്പെടുന്നു. പാകിസ്ഥാനെ വിമർശിക്കാൻ പോലും പല രാജ്യങ്ങളും തയ്യാറാകുന്നില്ല. അപ്പൊ ആ നിലയിൽ പാകിസ്ഥാന്റെ ഈ ഭീഷണി ഇന്ത്യക്കൊരു വെല്ലുവിളിയാണ്. പക്ഷെ അതിനെ മറികടന്നേ പറ്റൂ. അത് ധീരമായ നേതൃത്വത്തിലൂടെ ഇന്ത്യ മറികടക്കും എന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.